الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وعترتي صدق رسول الله صلى الله عليه وسلم. آل النبي ذريعتي وهم إليه وسيلتي أرجو بهم أعطى غدا بيد اليمين صحيفتي. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, അഹ്ലു ബൈത്ത്, സയ്യിദുമാർ, മറ്റ് ഉലമാക്കൾ, സദസ്യർ, സഹോദരങ്ങളെ, സാദാത്ത് അഥവാ അഹ്ലു ബൈത്ത്, ഈ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് ധാരാളം കിതാബുകൾ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. ഇഹ്യാ ഉൽ മൈത്ത് ബിഫളാഇൽ ആലിൽ ബൈത്ത്, ഇത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് എഴുതിയ കിതാബാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ മഹാന്മാർ എഴുതിയ പല കിതാബുകളും ഉണ്ട്. ആരാണ് അഹ്ലുൽ ബൈത്ത്? എന്താണ് അവർക്ക് ഈ പദവി ലഭിക്കാൻ കാരണം എന്ന് അഹ്ലു ബൈത്തിൽപ്പെട്ടവരെന്നെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ തങ്ങന്മാരാണ് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതെന്നല്ലാതെ എന്തുകൊണ്ടാണ് ഈ മഹത്വം അവർക്ക് ഉണ്ടായത് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു ചെറിയ സംശയം ആദ്യമായി നിങ്ങൾക്ക് ഞാൻ തീർക്കുന്നു. സാധാരണ ഒരു മനുഷ്യൻ്റെ നസബ്, ഹസബ്, തറവാട് അത് ബാപ്പയിലേക്കാണ് ചേർക്കപ്പെടുന്നത്. അങ്ങനെ നോക്കിയാൽ സയ്യിദന്മാരുടെ നസബ് നമ്മൾ കാണുകയില്ല.
എന്തുകൊണ്ട് കാണൂല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ആൺമക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചു പോയിരിക്കുന്നു. മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രായപൂർത്തിയെത്തിയ ആണിൻ്റെയും പിതാവ് അല്ല. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മക്കളിൽ പുരുഷന്മാരായ ആളുകൾ ഇല്ല. റസൂലുള്ളാഹിയിലേക്ക് ചേർത്തപ്പെട്ടവരാണല്ലോ അഹ്ലു ബൈത്ത്. ഈ അഹ്ലു ബൈത്തിന് എങ്ങനെ പിന്നെ നബിതങ്ങളുമായുള്ള നസബ് കിട്ടി എന്ന് നാം മനസ്സിലാക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലിരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നു, ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ രണ്ടുപേരും കടന്നു വന്നു. നാലാളോട് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കിടത്തി അവരെ മേൽ ഒരു പുതപ്പിട്ട് മൂടി. എന്നിട്ട് പറഞ്ഞു, അന്തും അഹ്ലു ബൈത്തി, നിങ്ങളാണ് എൻ്റെ അഹ്ലു ബൈത്ത്. അഹ്ലൽ ബൈത്തി ലിയുതഹിറക്കും തത്ഹീറ എന്ന് പരിശുദ്ധ ഖുർആൻ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ അഹ്ലു ബൈത്ത് നിങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അലി ഇബ്നു അബി താലിബും ഫാത്തിമ ബീവിയും അഹ്ലു ബൈത്തിൽ പെട്ടു. ഈ ഫാത്തിമ ബീവിക്ക് ഒരു പുരുഷൻ്റെ സ്ഥാനം കൊടുത്തു, ഇസ്ലാം കൊടുത്തു, നബിതങ്ങൾ കൊടുത്തു, അള്ളാഹു കൊടുത്തു. അതിനൊരു കാരണമുണ്ട്. നബിതങ്ങൾ കഅബത്തിൻ്റെ അടുത്ത് നിസ്കരിക്കുന്ന സമയത്ത് ദുഷ്ടന്മാരായ ഖുറൈശികൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങാടിയിൽ എവിടെയോ അറുത്ത് വലിച്ചെറിയപ്പെട്ട ഒട്ടകത്തിൻ്റെ കുടൽമാല എടുത്തുകൊണ്ടുവന്ന് കാത്തു നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് പോയപ്പോൾ അവിടുത്തെ പെരടിയിൽ അത് ഇടുകയും ചെയ്തു. ഇട്ടപ്പോൾ ശരീരത്തിൽ അത് തൊട്ടിട്ടുണ്ട് എന്നും ശരീരത്തിൽ തൊടാതെയാണ് നിന്നിട്ടുള്ളതെന്നും ഉലമാഇന്റെ ഇടയിൽ രണ്ട് അഭിപ്രായം ഉണ്ട്. നാം ബലപ്പെടുത്തുന്ന അഭിപ്രായം റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കൊണ്ട് അവിടുത്തെ ശരീരത്തിൽ ആ നജസ് തൊട്ടിട്ടില്ല എന്നതാണ്. തൊട്ടിട്ടില്ലെങ്കിലും കഴുത്തിന് മേലെ ഇങ്ങനെ കിടക്കുകയാണ്. തല പൊക്കണമെങ്കിൽ ആ കുടൽമാല മാറ്റിയെടുക്കണം. ആ സമയത്ത് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഏതാനും സഹാബികൾ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ നഫ്സിനെ, സ്വന്തം നഫ്സിനേക്കാൾ എത്രയോ അധികം ബഹുമാനിക്കുന്നവരാണ് സഹാബികൾ. അന്നബിയു ഇങ്ങോട്ട് നോക്ക്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അവരുടെ അൻഫുസിനേക്കാൾ
അവരെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്വന്തം നഫ്സിനേക്കാൾ സ്വഹാബത്ത് മുഴുവനും നബി തങ്ങളെ പ്രിയം വെച്ചിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും സുബ്ഹാനല്ലാഹ്, ഈ കൊടൽമാല അങ്ങോട്ട് വലിച്ചിട്ടപ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അടക്കമുള്ള സഹാബികൾ ഒരല്പനേരം അന്താളിച്ചു പോയി. എന്തു ചെയ്യണം? അതാ മുശ്രിക്കുകൾ വാളും കുന്തവും ആയുധങ്ങളുമായി നിൽക്കുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ഒരു മിനിറ്റ് താമസിച്ചു പോയി. ആ സമയത്ത് നബി തങ്ങളുടെ പൊന്നോമന മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ ഒരു മിനിറ്റ് പോലും താമസിക്കാതെ ഓടിച്ചെന്നുകൊണ്ട് കഴുത്തിൽ നിന്ന് ഈ കൊടൽമാല വലിച്ചെറിയുകയും അവിടെ അടുത്തുണ്ടായിരുന്ന അബൂജഹലിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടും നേരിട്ട് കൊണ്ട്, എടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇടൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 1000 പുരുഷന്മാരുടെ ശക്തി അവിടെ ഒറ്റ പെണ്ണ്, ഒരു സ്ത്രീ പ്രകടമാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുകയും നബി തങ്ങളിൽ നിന്ന് ഈ സാധനം വലിച്ചു നീക്കുകയും ചെയ്തു എന്ന കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവിക്ക് പുരുഷന്റെ സ്ഥാനം കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹിന്റെ മക്കളിൽ പുരുഷന്മാരായ ആണുങ്ങളില്ലെങ്കിലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പുരുഷന്റെ സ്ഥാനം കൊടുക്കപ്പെട്ടു. ഇത് കൊടുക്കുന്നതൊക്കെ ഞാനും നിങ്ങളും അല്ല, അള്ളയാണല്ലോ കൊടുക്കുന്നത്. അല്ലാഹു തആല കൊടുക്കുന്നത് നബിതങ്ങളാണല്ലോ അറിയിക്കുന്നത്. അത് കൊടുത്തു. അങ്ങനെ ഫാത്തിമ ബീവിയുടെ മക്കൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മക്കളായി വരുന്ന ആ പരമ്പരയിൽ നിന്നാണ് അഹ്ലു ബൈത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അഹ്ലു ബൈത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഹ്ലു ബൈത്താണ് ഒരുമിച്ച് കൂടിയത്. അവരോടെനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും പരിശുദ്ധിയുള്ളവരാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുതുകിൽ നിന്ന് അലി ഇബ്നു അബീ താലിബിൻ്റെയും ഫാത്തിമ ബീവിയുടെയും വഴിയിലൂടെ ഇവിടെ വന്നവരാണ്. മുറിഞ്ഞു പോയിട്ടില്ല, മുറിഞ്ഞു പോവുകയില്ല. ലാ യൻഖതിഉ വലം യൻഖതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് തന്നെ ഇമാം സുയൂത്തി തൻ്റെ കിതാബിൽ എടുത്തിട്ടുണ്ട്. ഇമാം റാസി തൻ്റെ ഫഖറുദ്ദീൻ തഫ്സീർ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് ഇറങ്ങിയത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ആൺകുട്ടികളും മരിച്ചു പോയപ്പോൾ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദിനെ ഇനി പേടിക്കാനില്ല, മുഹമ്മദിനെ ഇനി ഭയപ്പെടാനൊന്നുമില്ല, മുഹമ്മദിനൊരു പിൻഗാമിയൊന്നുമില്ല, ബർക്കത്തില്ല, എല്ലാം കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് 3 ആൺകുട്ടികളെയും കൂടി ഒന്നായിട്ട് അങ്ങോട്ട് മരിപ്പിച്ച് കളഞ്ഞത് എന്ന് മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞു. മുശ്രിക്കീങ്ങൾ പറഞ്ഞപ്പോൾ മർക്കത്തിൻ്റെ അടുത്തുള്ള കിണറിൽ ചളിവെള്ളമായിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കുറേ സ്ത്രീകളും പുരുഷന്മാരൊക്കെ കൂടി സമരം നടത്തിയിരുന്നു പണ്ട്. അപ്പോൾ ഞാൻ വേഗം ആലിക്കാനെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടു, എന്താ നീ അത് നന്നായി കൊടുക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ആലിനെ പറഞ്ഞതോടുകൂടി ഓലൊക്കെ പോയി. ഞാൻ അവരോട് സംസാരിക്കാൻ പോയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജാതിനോട് സംസാരിക്കാൻ പറ്റൂല. ഈ പറഞ്ഞ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച് ഇവരോട് നേരിട്ട് അള്ളാഹ്ക്ക് സംസാരിക്കാൻ പറ്റൂല. അതുകൊണ്ട്
അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ആദ്യമായി ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ ഹബീബായ നബിയെ, ധാരാളം ഖൈറ് അത് തങ്ങൾക്ക് തന്നിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് തങ്ങളെ പണിയെടുക്കുക, തങ്ങൾ നിസ്കരിക്കുകയും ദീനിനു വേണ്ടി സേവനം നടത്തുകയും ചെയ്യുക. തങ്ങൾ നിസ്കാരത്തിലും മറ്റ് സേവന പ്രവർത്തനങ്ങളിലും നിരതരാവുക എന്ന് അല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഒടുവിൽ ഇക്കൂട്ടർക്ക് മറുപടി പറഞ്ഞു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഓ നബിയെ, തങ്ങൾ ബറക്കത്തില്ല എന്നും പിൻഗാമിയില്ല എന്നും എല്ലാം പറഞ്ഞിട്ടുള്ള അവരാണ് ബർക്കത്തില്ലാത്തവർ, അവരാണ് ഹംകത്തരമുള്ളവർ, തങ്ങളല്ല എന്ന് നബി തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇവിടെ അൽ കൗസർ എന്ന് പറഞ്ഞ ധാരാളം ഗുണങ്ങൾ തങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഖൈറാണ് മിനൽ ഖൈരിൽ കസീരി ബഖാഉ അഹ്ലി ബൈത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ യൗമിൽ ഖിയാമ. നബിതങ്ങളുടെ അഹ്ലി ബൈത്ത്, നബിതങ്ങളുടെ കുടുംബ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ ബാക്കിയുണ്ടാവുക എന്നത് ആ ഖൈർ കസീറിൽപ്പെട്ടതാണ്. കണ്ടോ നിങ്ങൾ? അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. അത് ഏത് മുജാഹിദ് വന്നാലും ജമാഅത്ത് വന്നാലും വേറെ ആര് വന്നാലും നമുക്കവരോട് തെളിയിച്ചു കൊടുക്കാൻ നിരവധി ഗ്രന്ഥങ്ങളും തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, നിരവധി ഹദീസുകൾ, ഇതെല്ലാം നമ്മുടെ കൈവശത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്ത് മുറിഞ്ഞുപോയി അല്ലെങ്കിൽ മുറിഞ്ഞു പോകും എന്ന് പറയുന്ന വാദം തികച്ചും തെറ്റാണ്. അത് അനിസ്ലാമികമാണ്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. മാത്രവുമല്ല, ഈ ആയത്തിൽ മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷൻ്റെ പിതാവ് അല്ല എന്ന് പറഞ്ഞിട്ട് വലാക്കിൻ, പക്ഷേ റസൂലല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കിതാബോധിയ പണ്ഡിതന്മാർക്കറിയാം. ലാക്കിൻ, പക്ഷേ എന്ന് പറയണമെങ്കിൽ ആദ്യം പറഞ്ഞതിൽ പെട്ട ഒന്ന് ഒഴിവാക്കിയതിൽ നിന്ന് ഒന്ന് എടുത്തു പറയണം. അത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ റസൂലിന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ പിൻഗാമികളുണ്ടാകും. രണ്ട് തരത്തിലുള്ള പിൻഗാമികളുണ്ടാകും. ഒന്ന് അഹ്ലു ബൈത്ത് എന്ന പിൻഗാമിയുണ്ട്, ഒന്ന് ഉലമാ ആലിമീങ്ങൾ എന്ന പിൻഗാമിയുണ്ട്. രണ്ട് തരം പിൻഗാമികൾ. ആ രണ്ട് തരം പിൻഗാമികളും റസൂലുള്ളാഹിൻ്റെ ദുർരിയ്യത്താണ്, അവിടുത്തെ മക്കളാണ്, മക്കളെ പോലെയാണ് എന്ന് അർത്ഥം. അങ്ങനെ ചുരുക്കത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് പുരുഷൻ്റെ സ്ഥാനം കൊടുക്കുകയും ആ പുരുഷന്മാരെ അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെ ഒന്നായി കിടത്തി പുതപ്പിട്ട് മൂടി, എന്നിട്ട് അവർ അഹ്ലു ബൈത്താണെന്ന് പ്രഖ്യാപിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം, ഫയാ ഹുമാത്തൽ ഹുദാ അഅല്ലതുഹുമു ശിയമു യക്ഫീകുമു മിൻ അളീമിൽ ഫഖ്രി അന്നകുമു മൻ ലം യുസല്ലി അലൈക്കും ലാ സലാത്ത ലഹു. തങ്ങന്മാരോടാ പറയുന്നത്,
നിങ്ങളോടാ പറയുന്നത്, നിങ്ങളതിനനുസരിച്ച് നിൽക്കണം. ഈ പറയുന്നതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. അതിനുവേണ്ടി ഷാഫി ഇമാം പറയാം, വയാ ഹുമാത്തൽ ഹുദാ, ഹിദായത്തിനെ ഇവിടെ കാത്ത് സംരക്ഷിക്കുന്ന അഹ്ലു ബൈത്ത്, നിങ്ങളാണ് ഹിദായത്ത്, സത്യം, അതിനെ സംരക്ഷിച്ച് ഇവിടെ കാത്തുകൊണ്ട് നിൽക്കേണ്ടത്. യക്ഫീകുമു മിൻ അളീമിൽ ഫഖ്രി അന്നകുമു, നിങ്ങളുടെ ഏറ്റവും വലിയ ഫഖ്ർ, ഏറ്റവും വലിയ പവർ, വലിയ സ്ഥാനം, അതിന് നിങ്ങൾക്ക് മതിയല്ലോ. മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു, ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരമല്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ആലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം നിസ്കാരത്തിൽ. അപ്പോൾ ഒരാൾ ആലിൻ്റെ മേൽ, അഹ്ലു ബൈത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവന് നിസ്കാരം തന്നെ ഇല്ല എന്ന് അള്ളാഹു നിശ്ചയിച്ചതിനേക്കാൾ വലിയൊരു പവർ പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയും. ഇമാം ഷാഫി അഹ്ലു ബൈത്തിൽപ്പെട്ട ആളായതോട് കൂടെ അവിടുന്ന് പറയുന്നു, ആലുൻ നബി വരിയത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര എൻ്റെ മാർഗമാണ്. അർജൂ ബിഹിം മുഅ്താഖദ ബിയദിൽ യമീനി സഹീഫത്തി, അവരുടെ കാരണം കൊണ്ട് നാളെ എൻ്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു, അവ്വലു മൻ യരിദു അലയ്യ അൽ ഹൗള അഹ്ലു ബൈത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആഖിറത്തിൽ ഹൗലുൽ കൗസർ കുടിക്കാൻ വേണ്ടി ആദ്യമായി വരുന്നത് നബി തങ്ങളുടെ അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്തിന് കൊടുത്തിട്ട് ശേഷമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഈ അഹ്ലു ബൈത്ത് ഞങ്ങളെ കൂട്ടണം. അതിനാണ് അഹ്ലു ബൈത്തിനെ നമ്മൾ ആദരിക്കുന്നത്. അഹ്ലു ബൈത്തിനെ പ്രിയം വെച്ചാൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, അദ്ദിബു ഔലാദക്കും, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അദ്ബ് പഠിപ്പിക്കണം. അല സലാസി ഖിസാലിൻ, 3 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ഹുബ്ബ നബിയിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കണം. രണ്ടാമത്തത് വഹുബ്ബ അഹ്ലി ബൈത്തിഹി, നബി തങ്ങളുടെ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കണം. മൂന്നാമത്തത് വഅലാ ഖുർആനിൽ വഅലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാനും പഠിപ്പിക്കണം. ഈ 3 കാര്യം നിങ്ങളെ മക്കളെ നിങ്ങൾ അദബ് പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുക, അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുക, ഖുർആൻ ഓതാൻ കുട്ടികളെ പരിചയപ്പെടുത്തുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അമ്പിയാക്കളോടുകൂടി സ്വർഗത്തിൽ കടക്കും. അതേ സമയത്ത് അഹ്ലു ബൈത്തിനെ നിസാരപ്പെടുത്തിയവൻ കാലിൻ്റെ ഒരു വിരലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മരണം വരെ ഇബാദത്തെടുത്താലും, ഒരു വിരലുമ്മൽ മാത്രം നിന്നുകൊണ്ട് ഇബാദത്തെടുക്കുന്ന അവസ്ഥയിലേക്കെത്തി എന്നിട്ട് മരണം വരെ ഇബാദത്തെടുത്താലും മൻ അബ്ഗള അഹ്ലൽ ബൈത്തി അദ്ഖലഹുന്നാർ, അഹ്ലു ബൈത്തിനോട് ദേഷ്യം പിടിച്ചാൽ, അഹ്ലു ബൈത്തിനെ വെറുപ്പിച്ചാൽ അവൻ നരകത്തിൽ കടന്നു പോകും എന്നാണ്. അതുകൊണ്ട് അഹ്ലു ബൈത്തിൽപ്പെട്ട ആരെങ്കിലും ശരീഅത്തിന് വിരുദ്ധമായി വല്ലതും ചെയ്താൽ അത് പറയാൻ പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം.
അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അഹ്ലു ബൈത്ത് ശരീഅത്തിന് വിരുദ്ധമായി വല്ലതും പ്രവർത്തിച്ചാൽ അത് ശരീഅത്തിന് വിരുദ്ധമാണ്, തങ്ങളതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അനുയായികൾ ശരീഅത്തിന് വിരുദ്ധമാണ്, ആ അനുയായികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അഹ്ലു ബൈത്തിനോട് മഹബ്ബത്ത് വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരെന്ത് ശരീഅത്തിന് വിരുദ്ധമായത് ചെയ്താലും അത് അംഗീകരിച്ചു കൊടുക്കുക എന്ന് അല്ല, മറിച്ച് അവർ ശരീഅത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരും. അൽഹംദുലില്ലാഹ്, ഈ അഹ്ലു ബൈത്ത് ഇവിടെ കേരളത്തിൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് 750ഓളം കൊല്ലമായി വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ കേരളത്തിൽ വന്നിട്ടു. സയ്യിദ് അലിയുൽ കൂഫി അവരും സയ്യിദാണ്, അവർ വന്നിട്ട് 800 കൊല്ലമായി. അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് അൽ ഐദറൂസി എന്ന ആൾ ബോംബെ ടൗണിൽ നിന്നും 80 കിലോമീറ്റർ അകലെ സഞ്ജീറായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുൽ ഐദറൂസ് കബീലയിൽ ആദ്യമായി ഇന്ത്യ രാജ്യത്ത് വന്നതായി അറിയപ്പെട്ടത് അവരാണ്. അവർ വന്നിട്ടും 800 കൊല്ലമായി. അങ്ങനെ ഐദറൂസ് കുടുംബം, ബുഖാരി കുടുംബം, അതിനുശേഷം ഇവിടെ കുടുംബങ്ങളായി മാറി. ഈ കുടുംബങ്ങളായി മാറുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് സാധനം. പക്ഷേ ഒരു കബീലയിൽ കുറച്ചും കൂടെ എത്തുമ്പോൾ ഒരു പ്രശസ്തിയുള്ള ആളുണ്ടാവും. പിന്നെ അവരൊക്കെ ആ ആളെ കൊള്ളച്ചേർത്തിയിട്ട് പറയും. ഇപ്പം ഷാഫി ഇമാമ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, ഇദ്രീസിൻ്റെ മകനാണ്. പക്ഷെ അവരെക്കാൾ പ്രശസ്തി അതിൻ്റെ അപ്പുറത്തുള്ള ഷാഫിഈ എന്ന ആൾക്കായതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടേക്ക് ചേർത്തി പ്രസിദ്ധനായിപ്പോയി. അതുപോലെ ഇവിടെ ഒരുപാട് കബീലകൾ വന്നു. ജമലുല്ലൈലി, അഹ്ദൽ, സഖാഫ്, തുറാബ്, മാഫഖീഹ്, ബൽഫഖീഹ്. മാഫഖീഹുണ്ട്, ബൽഫഖീഹുണ്ട്. അതിന് ഒന്നാണോ രണ്ടാണെന്നറിയില്ല. യമനികളൊക്കെ ബൽഫഖീഹ് എന്നാണ് അധികമായി പറയുന്നത്. എല്ലാ അറിവിലായ രണ്ട് തന്നെയാണ്. ബൽഫഖീഹ് വേറെ, മാഫഖീഹ് വേറെ. ഏതായാലും ഒന്നല്ലേ ഒരു തത്ത്. പിന്നെ ബഅലവി, ഇങ്ങനെ ധാരാളം കബീലകൾ. അതെല്ലാം ചെന്ന് ചേരുന്നത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബിലേക്കും ഫാത്തിമ ബിബിയിലേക്കും ആണ്, അവിടുന്ന് റസൂലുള്ളാഹിയിലേക്കാണ്. അപ്പം ഇത് പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ മഹത്വമാണ്. റസൂലുള്ളാഹിൻ്റെ നുത്ഫത്ത്, റസൂലുള്ളാഹിൻ്റെ അംശം, അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ട്. ആ ഉള്ളതിന് മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. അഹ്ലൽ ബൈത്തി ലിയുതഹിറക്കും തത്ഹീറ, നിങ്ങളെ അഹ്ലു ബൈത്താക്കിയിരിക്കുന്നു, അല്ലാഹു തആല നിങ്ങളെ പരിശുദ്ധരാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ ഖുർആൻ്റെ പ്രഖ്യാപനം ഇവിടുത്തെ സാദാത്തുക്കൾ എല്ലാവരും മനസ്സിലാക്കും, ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കൊടുക്കുള്ളത് നമ്മളെപ്പോലത്തെ ആളുകൾ വിളിച്ചാൽ വരുന്നത് ദീനുമായി കൂടുതൽ ബന്ധമുള്ളവരാണ്. ഇല്ലാത്ത ചില ആളുകൾ വരൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത സാദാത്ത് യോഗത്തിൽ അങ്ങനെ
ദീനീ രംഗത്തൊന്നും കാര്യമായിട്ട് ഇല്ലാത്ത ആളുകളെ കൂടി കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. സാദാത്ത് ഇവിടെ ധാരാളമുണ്ട്. ഇത് നമ്മൾ തുടക്കമായിട്ട് കണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത് പരിശ്രമിച്ചു നോക്കാം. മൻ സനഅ ഇലാ അഹദിൻ മിൻ അഹ്ലി ബൈത്തി യദൻ കാഫഅതുഹു അലൈഹാ യൗമൽ ഖിയാമ. അല്ലാഹു തആല അറിയിച്ചത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു സഹായം ചെയ്ത് അവരെ അടുപ്പിച്ച് അവർക്ക് വേണ്ടപ്പെട്ട സഹായം ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല ആഖിറത്തിൽ കൊടുക്കും. ഇന്നിപ്പോൾ നോമ്പ് തുറ അഹ്ലു ബൈത്തിലൊക്കെ ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിനെ നോമ്പ് തുറ ആഖിറത്തിൽ വെച്ച് അതിനെ സഹായിക്കുന്നവർക്കൊക്കെ കിട്ടും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അങ്ങനെ ഞാനിവിടെ പേര് പറഞ്ഞ കബീലയും പറയാത്ത കബീലയും കുറേയുണ്ട്. പറയാത്ത കബീലകൾ ജിഫ്രി, ഷിഹാബ് ഇതൊക്കെ ഇവിടെ അറിയപ്പെട്ട കബീലകളാണ്. സഖാഫ് നമ്മുടെ നാട്ടിൽ കുറവാണ്. മഷ്ഹൂർ നമ്മുടെ നാട്ടിൽ മഷ്ഹൂർ അല്ല, കുറച്ചേ ഉള്ളൂ. മഷ്ഹൂർ കബീലുണ്ട്. അവയിലത്തെ ആറ്റത്തങ്ങളെ പിതാവ് മഷ്ഹൂർ തങ്ങളാണ്. അത് സയ്യിദ് അബൂബക്കർ മഷ്ഹൂർ യമനിലെ ഇപ്പം വലിയൊരു ആലിമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കബീലയിൽപ്പെട്ട മഷ്ഹൂർ കബീലയാണ്. അങ്ങനെ മഷ്ഹൂർ, സഖാഫ്, ജമലുല്ലൈലി, ജിഫ്രി, ഷിഹാബ് അങ്ങനെ തുടങ്ങി നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം കബീലകൾ ഉണ്ട്. ആ കബീലകളെല്ലാം ഒന്ന് തന്നെയാണ്. അതെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുതുകിൽ നിന്ന് വന്ന ആ അഹറിൻ്റെ അടയാളമാണ്. അവർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അവരെ കൊണ്ടാണ് ദീൻ നിലനിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ബൈത്തുകൾ കേട്ടില്ലേ, യാ ഹുമാത്തദ്ദീനി, ദീനിൻ്റെ കാവൽക്കാരെ എന്നാണ് അവർ വിളിക്കുന്നത്. ദീനിൻ്റെ കാവൽക്കാരാണവർ. മുഹമ്മദ് ബിൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ്, മകൻ അലി, അലിയിൻ്റെ മകൻ മുഹമ്മദ്, ഇമാം മുഹമ്മദ്. അവർ പറയുന്നെന്താ, നഹ്നു അലൽ ഹൗളി മുറാദുഹു, ഞങ്ങൾ ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ കാത്തു നിൽക്കും. അവിടെ വരുന്ന ആളുകൾക്ക് ഞങ്ങളാണ് ഹൗദുൽ കൗസർ കുടിപ്പിക്കുക. ഫമാ ഫാസ മൻ ഫാത ഇല്ലാ ബിന, അതുകൊണ്ട് വിജയിക്കുന്നവരെല്ലാം ഞങ്ങളെക്കൊണ്ടല്ലാതെ വിജയിക്കൂല. അഹ്ലു ബൈത്തിനെ മഹബത്ത് വെക്കാതെ ഒരൊറ്റ മനുഷ്യനും വിജയിക്കുകയില്ല. വമാ ഖാബ മൻ ഹുബ്ബുനാ സാദുഹു, ഞങ്ങളോട് അഹ്ലു ബൈത്തിനോടുള്ള ഹുബ്ബ് അവൻ്റെ ഭക്ഷണമായി മാറിയാൽ അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഫമൻ സർറനാ നാല മിന്ന സുറൂറു നിന്ന സുറൂറ, അവൻ ആരെങ്കിലും ഞങ്ങളെ സന്തോഷിപ്പിച്ചാൽ തീർച്ചയായും അവൻ സുറൂർ ലഭിക്കും. ഒമൻ സാഅന സാഅ മീലാദ,
ഞങ്ങളെ ചീത്തയാക്കിയാൽ, ഞങ്ങളെ മോശമാക്കിയാൽ, ഞങ്ങളെ വെറുപ്പിച്ചാൽ അവൻ്റെ ആക്കിബത്ത് മോശമാണ്. ഉമൻകാന വാസിബന ഹക്കൻ ഫയൗമൽ ഖിയാമത്തി മിആദ്. ഞങ്ങളുടെ ഹക്ക് ആരെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഖിയാമത്ത് നാളിൽ അതിന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ ധാരാളം വാക്കുകൾ ഉണ്ട്. അവരെല്ലാവരും നമ്മളെ പഠിപ്പിച്ചത് മഹാന്മാരായ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കണമെന്നും അവരെ പ്രിയം വെക്കുക എന്നാൽ അവരെ ശരീഅത്തിൻ്റെ മാർഗത്തിലേക്ക് കൂട്ടിപ്പിടിച്ച് ശരീഅത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒന്നായി ചേർന്ന് നടത്തുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മളെ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹ്ദൽ അവേലത്ത് തങ്ങൾ ഒരു ഭയങ്കര ഹിമ്മത്ത് മനക്കരുത്തുള്ള ആളായിരുന്നു. ഒരു ചെറിയൊരു കഥ ഞാൻ പറയുന്നു. ഈ സ്ഥാപനത്തിൻ്റെ കറാമത്തുമാണ്, അവരെ കറാമത്തുമാണ്. ഇവിടെ തറക്കല്ലിടാനും SYSൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് മർക്കസിന് തറക്കല്ലിടാൻ തീരുമാനിച്ചു. സയ്യിദ് മുഹമ്മദ് മാലിക് തങ്ങളെ മക്കയിൽ നിന്ന് ക്ഷണിച്ചു. അവർ ബോംബെയിലെത്തിയിട്ട് കോഴിച്ചരക്കാരൻ ഒരാളെനിക്ക് ഫോൺ ചെയ്യുന്നു, ഇവരെ മടങ്ങിപ്പോവാണ്, കാരണം ടിക്കറ്റില്ല, ഒരു നിലക്കും ടിക്കറ്റ് കിട്ടാനില്ല, ബാംഗ്ലൂർക്ക് ടിക്കറ്റില്ല, കോഴിക്കോട്ടൊന്നും എയർപോർട്ടില്ല, ബാംഗ്ലൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വേണം, രണ്ട് സ്ഥലത്തും ഇല്ല. ഞാൻ അവേലത്തെ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഇങ്ങനെയാണല്ലോ പറയുന്നത്, മക്കത്തുനിന്ന് വന്ന ഒരാൾ മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമാണ്. ഉടനെ മൂപ്പര് പറഞ്ഞു, നമ്മൾ പോവാം ബോംബെയിലേക്ക് നിന്ന്. അങ്ങനെ ഇവിടുന്ന് മർക്കസിൻ്റെ 406 നമ്പർ അംബാസഡർ കാറും എടുത്തിട്ട് ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂർ ചെന്ന് ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്ത് ബോംബെ പോയി. സയ്യിദ് മാലിക്കിനെ കണ്ടു. ഞാൻ തയ്യാറാണ്, ടിക്കറ്റ് ഉണ്ടെങ്കിൽ. ചെന്ന് നോക്കുമ്പോൾ ടിക്കറ്റില്ല. അപ്പോൾ അവരും അവിടെയായി, സമ്മേളനം നടത്തുന്ന ഞങ്ങളും ബോംബെയിലായി. അങ്ങനെയല്ലേ? കുടുങ്ങി നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞ്, നമ്മളിവിടെ ഇരിക്കാതെ നമുക്ക് ടിക്കറ്റ് കിട്ടൂ, നമ്മളിരിക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെ അവരോട് പറഞ്ഞു, ക്യാൻസലേഷൻ വല്ലതും വന്നാൽ ഞങ്ങൾക്ക് തരണം കേട്ടോ എന്ന് പറഞ്ഞ ഒരാളോട് സംസാരിച്ചു. അൽഹംദുലില്ലാഹ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് 4 ടിക്കറ്റ് ക്യാൻസൽ ഇവിടെ ഉള്ളത്. ആരാണുള്ളത് വിളിക്കുന്നത്. അങ്ങനെ 4 ടിക്കറ്റ് എടുത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ക്യാൻസലായി, അതും എടുത്ത്. അങ്ങനെ 5 ടിക്കറ്റ് ഞങ്ങളെടുത്തിട്ട് ബാംഗ്ലൂർക്ക് വന്നു. ബാംഗ്ലൂരിൽ നിന്ന് അതേ അംബാസഡർ കാറിൽ ഇവിടെ വന്ന് മർക്കസിന് തറക്കല്ലിട്ട്. ഭയങ്കര ഹിമ്മത്ത് മനക്കരുത്ത് ഞമ്മക്ക് ഉണ്ടാക്കി തന്നത് അവരൊക്കെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫളുൽ തങ്ങൾ, സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ, അവരെല്ലാവരും ആ കാലഘട്ടത്തിൽ തന്നെ നമ്മളോടൊപ്പം ഉറച്ചു നിന്ന്, സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ, അങ്ങനെയുള്ള സയ്യിദന്മാർ നമ്മളെ കൂടെ ഉറച്ചു നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട സഹായവും സഹകരണവും ചെയ്തു തന്നിട്ടുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അവരുടെ ആഖിറം ദറജന ഏറ്റിക്കൊടുക്കട്ടെ. ഇന്ന് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാഫഖി തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, സയ്യിദ് വൈലത്തൂർ തങ്ങൾ, അതുപോലെ ജമലുല്ലൈലി തങ്ങളുടെ മക്കൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ലഹ്ദൽ തങ്ങളുടെ മക്കൾ, സയ്യിദ് ഫളുൽ തങ്ങളുടെ മക്കൾ, അവരെല്ലാവരും ആ പിതാവിൻ്റെ അതേ വഴിയിൽ തന്നെ തുടർന്നുകൊണ്ട് മർക്കസ് തഖാഫത്തി സുന്നിയെ സഹായിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ ആ സാദാത്തുക്കളും മറ്റുള്ള സാദാത്തുക്കളും എല്ലാം
നമ്മളെ സഹായിക്കുന്നു. നമ്മളെ മാട്ടൂൽ തങ്ങൾ ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാണ് വന്നത്, എത്രയോ ദൂരത്തുനിന്ന് വന്നു. അള്ളാഹു തആല ഈ സയ്യിദന്മാർക്ക് എല്ലാവർക്കും റഹ്മുറാഹിമായ അള്ളാഹ് നീ ദീർഘ ആയുസ് ഞങ്ങൾക്കും അവർക്കും നൽകണേ അള്ളാഹ്. ഞങ്ങളെ രോഗം മാറ്റിത്തരണേ അള്ളാഹ്. എത്രയോ ആളുകൾ രോഗമുള്ളവരുണ്ട്, ഷുഗറുള്ളവരും ക്യാൻസറുള്ളവരും പഴുപ്പുള്ളവരും പല രോഗമുള്ളവരുണ്ട്. എല്ലാം നീ ശിഫയാക്കി തരണേ അള്ളാഹ്, നീ ശിഫയാക്കി തരണേ അള്ളാഹ്. പടച്ചവനെ ഈ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് അവരെ ആദരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ നിൻ്റെ സ്വർഗം പ്രദാനം ചെയ്യണേ അള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിലാണ് അവിടുത്തെ അഹ്ലു ബൈത്തിനെ ഞങ്ങൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. അതുകൊണ്ട് ആ ബഹുമാനം നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അള്ളാഹ്, നീ കബൂൽ ചെയ്യണേ അള്ളാഹ്, നീ സ്വീകരിക്കണേ അള്ളാഹ്. ലക്കൽ ഹംദു വലക ശുക്രു യാ അള്ളാഹ്, ലക്കൽ ഹംദു വലക ശുക്രു യാ അള്ളാഹ്. اللهم لك الحمد، اللهم لك الحمد يا مفيض الوجود، ونشكرك يا واهب الجود على ما هديتنا بحبيبك المحمود سيدنا محمد صلى الله عليه وسلم صاحب الوسيلة والفضيلة في يوم الموعود. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه إن شاء الله. وصلى الله على سيدنا محمد وآله وسلم. الحمد لله.